ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജൂറിസ് ജംഗ്ഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് FIR എന്താണെന്നും FIR കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങളെക്കുറിച്ചുമാണ്. FIR എന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഒരു കോഗ്നിസബിൾ ഒഫൻസ്, അതായത് മർഡർ, തെഫ്റ്റ്, അസാൾട്ട് പോലുള്ള സീരിയസ് ക്രൈംസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ് FIR. FIR രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് FIR എവിടെ കൊടുക്കാം എന്നുള്ളതാണ്. FIR നമുക്ക് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ ക്രൈം സംഭവം നടന്ന സ്ഥലത്തെ സ്റ്റേഷനിൽ കൊടുക്കാം. അതല്ലെങ്കിൽ 0 FIR എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഏത് സ്റ്റേഷനിലും കൊടുക്കാം. പിന്നീട് അത് നമ്മളുടെ അധികാര പരിധിയിലുള്ള സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഈ ഒരു ഇൻഫർമേഷൻ പലർക്കും അറിയില്ല, 0 FIR എന്നുള്ളൊരു ഓപ്ഷൻ. ഇനി FIR എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം. സിമ്പിൾ പ്രോസസ്സാണ്. പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോവുക, സംഭവം ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്യുക, പോലീസ് ഓഫീസേഴ്സ് അത് എഴുതിയെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിട്ടേൺ ആയിട്ട് എഴുതി നൽകാം. ഇനി പോലീസ് ഓഫീസേഴ്സാണ് എഴുതുന്നതെങ്കിൽ അത് വായിച്ചു നോക്കി വെരിഫൈ ചെയ്ത് സൈൻ ചെയ്യുക. പിന്നീട് അത് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് FIRൻ്റെ കോപ്പി നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങളുടെ അവകാശമാണ്. FIR കൊടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: പോലീസ് FIR എടുക്കാൻ റിഫ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ FIR എടുക്കുന്നത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി ഫോൾസ് ഇൻഫർമേഷൻസ് കൊടുക്കരുത്. റോങ് ഇൻഫർമേഷൻസ് കൊടുത്താൽ ലീഗൽ ആക്ഷൻ ഈ കൊടുക്കുന്ന വ്യക്തിക്കെതിരെ ആയിരിക്കും ഉണ്ടാവുക. സോ ഓൾവേസ് സ്റ്റിക്ക് ടു ട്രൂത്ത്. ഇനി FIR കോപ്പി ഫ്രീ ആണെന്നുള്ളതാണ്. പോലീസ് അതിന് ചാർജസ് ഒന്നും ചെയ്യാൻ പാടില്ല. കോപ്പി കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് ഇൻസിസ്റ്റ് ചെയ്യുക, വാങ്ങി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. ഇനി സ്ത്രീകൾക്ക് സർട്ടൈൻ കേസസിലെല്ലാം വീട്ടിൽ വെച്ചിട്ട് FIR റെക്കോർഡ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. നൈറ്റ് ടൈമിലും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ FIR എടുക്കാത്ത പക്ഷം, അതായത് പോലീസ് FIR എടുക്കാൻ റിഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SPക്ക് റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കുകയോ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുകയോ ചെയ്യാം. ഇനി നമുക്ക് 0 FIR എന്താണെന്ന് നോക്കാം. പോലീസ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇത് നമുക്ക് ഏത് സ്റ്റേഷനിലും FIR ഫയൽ ചെയ്യാം. പിന്നീട് അത് നമ്മുടെ അധികാരപരിധിയിലുള്ള സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. എമർജൻസി സിറ്റുവേഷൻസിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. Thank you for watching this video. Follow Juris Junction for more legal updates and information.